കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം കരയറ്റുന്നു. സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ ഇന്ന് പൽക്കാലം ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഒരാഴ്ചയിൽ നാം ആയിരുന്ന എല്ലാ മേഖലകളിലും എല്ലാ ഏരിയയിലും ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ കരുതലും സൂക്ഷിപ്പും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിയാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ഈ ആഴ്ചയിൽ ലോകം മുഴുവനായി ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിനാധാരമായിട്ട് സദൃശ്യവാക്യം 25-ന്റെ 2-ാം വാക്യം, കാര്യം മറച്ചു വെക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ആമേൻ. ഇവിടെ നാം വായിച്ചത് കാര്യം മറച്ചു വെക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ദൈവമക്കളെ, നമ്മുടെ ദൈവം പല കാര്യങ്ങളും മറച്ചു വെച്ചേക്കുക. അത് എല്ലാ മനുഷ്യർക്കും അത് വെളിപ്പെട്ട് വരികയില്ല. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് ആരായുന്നവർക്ക് അത് ലഭിക്കാനിടയായിത്തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ക്രിസ്മസിനെ കുറിച്ചാണെങ്കിലും സംസാരിക്കാൻ പോകുന്നത്. സ്തോത്രം. നാം എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ്, ആദാം ഹവ്വ അവർ പാപം ചെയ്തതിനാൽ മനുഷ്യരാശി മുഴുവനും പാപത്തിൽ അകപ്പെടുവാനിടയായിത്തീർന്നു. അതിൽ നിന്ന് രക്ഷിപ്പാനായി ഭൂമിയിൽ ഒരു മനുഷ്യർക്കും സാധിക്കാതെ വന്നപ്പോൾ പിതാവായ ദൈവം തൻ്റെ നീതി നിവർത്തിക്കുവാൻ വേണ്ടി തൻ്റെ ഓമനപുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് ആമേൻ ഭൂജാതനായി തീരുവാനിടയായിത്തീർന്നു. എല്ലാ വർഷവും ലോക ജനങ്ങൾ ഡിസംബർ 25 ക്രിസ്മസായി ആഘോഷിക്കുന്നു. എന്നാൽ യേശു ജനിച്ചു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സ്തോത്രം. അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പകൽ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. യെശയ്യാ പ്രവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അതിൻ്റെ 9-ാം അധ്യായം 6-7 വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. സ്തോത്രം. ആമേൻ. യെശയ്യാവിൽ കൂടെ യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമേൻ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായ അരുളപ്പാടാണ് നമ്മൾ വായിച്ചത്. ആമേൻ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അന്ന് ഈ പ്രവചനം പ്രവചിച്ചപ്പോൾ അല്ലെങ്കിൽ ഇത് വെളിവായി വന്നപ്പോഴൊന്നും യേശു ജനിച്ചിട്ടില്ല. എന്നാൽ പിൽക്കാലത്ത് അത് സംഭവിക്കാനിടയായിത്തീർന്നു. സ്തോത്രം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ആമേൻ. സ്തോത്രം. നമുക്കറിയാം ഈ ലോകത്തിൻ്റെ ഗതികൾ. ആമേൻ. സ്തോത്രം. നമ്മൾ ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ബൈബിളിലെ പ്രവചനങ്ങൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ബൈബിളിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ലോകത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. മാനവരാശിയെ രക്ഷിപ്പാനായി ആമേൻ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു ക്രിസ്തു 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് തൻ്റെ പരിശുദ്ധ വേളയിൽ അത്ഭുതങ്ങൾ അടയാളം ചെയ്ത് സഭയെ ഉറപ്പിച്ച് ആമേൻ തൻ കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാനിടയായിത്തീർന്നു. ആമേൻ. യേശുവിൻ്റെ ആധിപത്യം യേശുവിൻ്റെ തോളിൽ പിതാവായ ദൈവമാക്കി വെച്ചു. നമ്മൾ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ തൻ്റെ സഭയ്ക്ക് അധികാരം നൽകി. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സ്തോത്രം. 1 പത്രോസ് 2:9 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോ
അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ആമേൻ. ദൈവം ആദാമിനെ തോട്ടത്തിലാക്കി വെച്ചപ്പോൾ ആമേൻ വാഴുവാനായി കൊടുത്ത അധികാരം പിശാച് കൈക്കലാക്കിയത് ആമേൻ യേശുക്രിസ്തു കാൽവരി ക്രൂശി യാഗമായതിനു ശേഷം അധികാരം തിരിച്ചെടുത്തിട്ട് തൻ്റെ സഭയ്ക്ക് നമുക്ക് ആമേൻ രാജകീയ അധികാരം തരുവാനിടയായി തീർന്നു. സ്തോത്രം. ആമേൻ. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പേരാണ് യേശു അത്ഭുത മന്ത്രിയാണ്. ഹല്ലേലൂയ. ഇത് നമുക്കറിയാമല്ലോ. യേശുവിൻ്റെ പരിശുദ്ധ വേളയിൽ യേശു കടന്നുപോയി പല അത്ഭുതങ്ങളും പ്രവർത്തിപ്പാനിടയായി തീർന്നു. സ്തോത്രം. ആമേൻ. ആ അത്ഭുത പ്രവൃത്തി ഇന്ന് തന്റെ സഭയ്ക്കും ശിഷ്യന്മാർക്ക് യേശു തന്നിരിക്കുക. ഇന്നും ആ വീര്യപ്രവൃത്തികൾ ഭൂലോകത്തിൽ മുഴുവന് നടന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ആമേൻ. നമ്മുടെ ദൈവം വീരനാം ദൈവമാണ്. ഇന്നും വീര്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ്. നമ്മുടെ കർത്താവ് നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. സ്തോത്രം. ആമേൻ. അന്ന് ആ പ്രവചനം എഴുതി വെച്ചു, ഇങ്ങനെ പേർ വിളിക്കപ്പെടുമെന്ന്. എന്നാൽ ഇന്ന് ലോകത്തിൽ ഇതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അതിനു മുമ്പായിട്ട് തന്നെ ഒരു കാര്യം 4-ാം വാക്യത്തിൽ നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ജോസഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറി ഗർഭിണിയായ ഭാര്യയോട് കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ട് യഹൂദയിൽ ബേഥലേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. നമുക്ക് ആ ചരിത്രം അറിയാം. ഓഗസ്തോസ് ചക്രവർത്തി കൈസറുടെ ആജ്ഞ അനുസരിച്ച് സെൻസസ് എടുക്കുവാനായി ലോകത്തിൽ ആദ്യമായി ഒരു ഓർഡർ പുറപ്പെടുവിക്കാനിടയായിട്ടു. സെൻസസിന്റെ സമയം ജോസഫും തൻ്റെ ഭാര്യ മറിയയും കൂടി ദാവീദ് കുലത്തിലുള്ളവരാകൊണ്ട് അവർ അവിടെ ചെന്നപ്പോൾ യുവതിയായിരുന്നു. യേശുവിന് ജന്മം നൽകുവാനിടയായിട്ടു. സ്തോത്രം. എന്തുകൊണ്ടാണ് അവർ ബേഥലഹേമിലേക്ക് കടന്നു പോകാനുള്ള കാരണം? മറ്റൊരു സ്ഥലത്ത് വെച്ച് ആ ഡെലിവറി നടന്നുകൂടെ? ദൈവവചനത്തിൻ്റെ പ്രവചനങ്ങളൊക്കെ നിവൃത്തിയായ മതിയാകുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് ആമേൻ കർത്താവിൻ്റെ ഹിതമാണ് അവിടെ നിറവേറിയത്. അതുകൊണ്ടാണ് ബേഥലഹേമിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നത്. സ്തോത്രം. അതിന് ചരിത്രമുണ്ട്, നമുക്കൊന്ന് നോക്കാം. ആമേൻ. സ്തോത്രം. യേശു ക്രിസ്തു ബേഥലഹേമിൽ പൂജാതനായി തീരണം. 1 ശമൂവേൽ 17:12 നമുക്കൊന്ന് വായിക്കാം. എന്നാൽ ദാവീദ് യഹൂദയിലെ ബേത്ലഹേമിൽ ഇശ്ശായി എന്നു പേരുള്ള ഒരു എഫ്രാത്തിന്റെ മകനായിരുന്നു. ഇശ്ശായി ശൗലിന്റെ കാലത്ത് വയസ്സ് എന്ന വൃദ്ധനായിരുന്നു. ഇശ്ശായിയുടെ മൂത്ത മകൻ മൂവരും പുറപ്പെട്ട് ശൗലിന്റെ കൂടെ യുദ്ധത്തിന് ചെന്നിരുന്നു. എന്നാൽ ദാവീദ് യഹൂദയിലെ ബേത്ലഹേം ഇശ്ശായി എന്നു പേരുള്ള ഒരു എഫ്രാത്തിന്റെ മകനായിരുന്നു. ഇശ്ശായിക്ക് 8 മക്കൾ ഉണ്ടായിരുന്നു. അവൻ ശൗലിന്റെ കാലത്ത് വയസ്സ് എന്ന് വൃദ്ധനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന്റെ നിവൃത്തിയാണ് ദാവീദിന്റെ സന്തതിയായി യേശു ക്രിസ്തു ബേഥലഹേമിൽ പൂജാതനാകണമെന്നുള്ളത് ദൈവവചനത്തിന്റെ നിവൃത്തീകരണമാണ്. ആമേൻ. സെൻസസ് എടുക്കേണ്ട സമയത്ത് ജോസഫും മറിയയും കൂടി ബേഥലഹേമിലേക്ക് കടന്നു പോകാനിടയായിട്ടു. ഒരു വാക്യം കൂടി നമുക്ക് നോക്കാം. മിഖാ പ്രവചനം അതിന്റെ 5:2 വായിക്കാം. നീയോ ബേഥലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഒന്നുകൂടെ നിർത്തി വായിച്ചാട്ടെ. നീയോ ബേഥലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറിയവനായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു. ഇസ്രായേലിന് അധിപതിയായിരിക്കണമെന്ന് എനിക്ക് നിങ്ങളിൽ നിന്ന് ഉത്ഭവിപ്പിക്കണം. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. ആമേൻ. ദൈവം ഇത് പണ്ടുപണ്ടേ
ആമേൻ. ദൈവം ആമേൻ സ്തോത്രം പദ്ധതി ഒരുക്കിയതാ. ആമേൻ. ബേത്ലഹേമിൽ യേശു ക്രിസ്തു ജനിക്കണമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന്റെ നിവൃത്തീകരണത്തിനു വേണ്ടിയാണ് ജോസഫും മറിയയും കൂടി സമയത്ത് ബേത്ലഹേമിലേക്ക് കടന്നുപോയി. അവിടെ പശുത്തൊട്ടിയിൽ യേശു ജനിക്കുവാൻ ഇടയായിത്തീർന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പഴയ നിയമ പ്രവചനം പുതിയ നിയമത്തിൽ നിറവേറുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നാണ് നാം ജോസഫിനെ കുറിച്ചും മറിയയെ കുറിച്ചും വായിപ്പാൻ ഇടയായി തീർന്നത്. അതിന്റെ 4ഉം 5ഉം വാക്യമായിരുന്നു. നമ്മളെ ദൈവം രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തിരിക്കുമ്പോൾ അമ്മേ, ഞാൻ വായിച്ച ആ കുറുവാക്യത്തിലേക്ക് തന്നെ ഇന്ന് മടങ്ങി വരുന്നു. സ്തോത്രം. സദൃശവാക്യം 2-ാം വാക്യം, കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന് മഹത്വം. നമുക്ക് എല്ലാവരും ഒന്ന് നോക്കിയേ, ഇത് പറഞ്ഞ കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന് മഹത്വം. കാര്യം ആരായുന്നതോ രാജാക്കന്മാർക്ക് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം എങ്ങനെ വായിക്കുന്നു? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന് മഹത്വം. ദൈവം പല കാര്യങ്ങളും ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് അത് മറച്ചു വെച്ചിരിക്കുക. എന്നാൽ കാര്യം ആരായുന്നതോ രാജാക്കന്മാർക്ക് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർപ്പിച്ചു, പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് ദൈവം നമ്മെ രാജാക്കന്മാരാക്കി തീർത്തിരിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ കാര്യങ്ങളെ ആരായുന്നവരായി അത് വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു, ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, നമുക്കത് കഴിയും, നമുക്കത് സാധിക്കും. ഹല്ലേലൂയ. നാം കാര്യങ്ങളെ ആരായണം. ഈ ദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഭവനത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം നമ്മെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ആമേൻ. നാം ആരാഞ്ഞാൽ വെളിപ്പെട്ട് വരുവാൻ ഇടയായിത്തീരും. ആമേൻ. സ്തോത്രം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ, ലോകത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, എൻ്റെ വീട്ടിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നെ അറിയിക്കാതെ കർത്താവ് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. യെശയ്യാ പ്രവചനത്തിൽ 45-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലാണെന്ന് ഞാൻ തോന്നുന്നു. സ്തോത്രം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടത്തിലെ ഗുപ്തനിധികളും ഉണ്ട്, പക്ഷെ അതെല്ലാവർക്കും പ്രാപിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. ആമേൻ. പക്ഷെ നാം അതിനുവേണ്ടി പ്രയത്നിച്ചാൽ, അതിനുവേണ്ടി നാം ഡെഡിക്കേറ്റഡ് ആയി നിന്നാൽ, അതിനുവേണ്ടി നാം ഹല്ലേലൂയ സ്തോത്രം നാം മുന്നോട്ടിറങ്ങിയാൽ ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടത്തിലെ ഗുപ്തനിധികളും നമുക്ക് പ്രാപിപ്പാനിടയായിത്തീരും. ദൈവമക്കളെ, കാര്യം ആരായുന്നതോ രാജാക്കന്മാർക്ക് മഹത്വം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. കാര്യം ആരായുന്നതോ രാജാക്കന്മാർക്ക് മഹത്വം. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവമക്കളെ, കാര്യം ആരായുവാനായി നാം ഒന്ന് തീരുമാനിച്ചാൽ, നാം അത് പ്രവർത്തിച്ചാൽ, അപ്പൊ നാം ഒന്ന് വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പാൽക്കാലം കാര്യം ആരായുവാനായി നമ്മെ തന്നെ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ,
ഇനിയും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ആമേൻ, എൻ്റെ മുമ്പിൽ കടന്നു വരുന്ന വിഷയങ്ങൾ, എൻ്റെ മുമ്പിൽ കടന്നു വരുന്ന വ്യക്തി, അവരഭിമുഖീകരിക്കുന്ന വിഷയം, ആമേൻ, ഇതൊക്കെ ആരായുവാനുള്ള ദൈവകൃപ ഓൾറെഡി തന്നിരിക്കുക. പക്ഷേ നാം അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയി തീർന്നാൽ, ആമേൻ, സ്തോത്രം, അത് വെളിപ്പെട്ട് വരുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ദൈവം നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി ദൈവം തീർത്തിരിക്കുക. സ്തോത്രം. നമുക്ക് ബോധ്യമുണ്ടോ നമ്മൾ രാജാക്കന്മാരാണ്? ദൈവമക്കൾ, നമ്മൾ ബെഗ്ഗി, ഒരു രാജാവും എങ്ങും ബെഗ്ഗി ചെയ്തതായിട്ട് കാണുന്നില്ല. അവർ ഓർഡർ കൽപ്പിക്കത്തേ ഉള്ളൂ. അവർ കൽപ്പിക്കുമ്പോൾ അത് പടജനം അത് അനുസരിക്കുന്നു. പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ അവർ പോയി യുദ്ധം ചെയ്യുന്നു. വിട്ടുപോകാൻ പറഞ്ഞാൽ അവർ വിട്ടുപോകുന്നു. ആമേൻ, സ്തോത്രം. മാറിപ്പോകാൻ പറഞ്ഞ നീ പോയി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ പടജനം അത് പോയി ചെയ്യുന്നു. സ്തോത്രം. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദൂതന്മാരെ ചലിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അടുത്ത അതിനുള്ള അധികാരം തന്നിരിക്കുന്നത് ദൈവസഭയ്ക്കാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അതിനുള്ള അധികാരം തന്നിരിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, നാം വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവമഹത്വം കാണുവാൻ ഇടയായിത്തീരും. കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ടു, നിസ്വത്ത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? ദാവീദിന്റെ അമ്മ. സ്തോത്രം. അവൾ എവിടുന്ന് വന്നെന്ന് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാനിത് പറഞ്ഞു വിട്ടുപോയാൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കി ഇത് ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. വചനം പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇന്ന ഭാഗത്തുനിന്ന് നമ്മൾ വായിച്ചല്ലോ എന്നൊരു ഓർമ്മ വരും. അതുകൊണ്ടാണ് ഞാൻ വചനം പറയുന്നത്. ലോത്തിന്റെ 2 പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു. മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു. അവന് മോബാബ് എന്ന് പേരിട്ടു. അവൻ ഇന്നുള്ള മോബാബ്യർക്ക് പിതാവ്. ഇളയവളും ഒരു മകനെ പ്രസവിച്ചു. അവന് ബെൻ-അമ്മി എന്ന് പേരിട്ടു. അവൻ ഇന്നുള്ള അമ്മൂന്യർക്ക് പിതാവ്. ആദ്യത്തെ വാക്യം വായിച്ചാട്ടെ ഒന്നുകൂടെ. ഇങ്ങനെ ലോത്തിന്റെ 2 പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു. ലോത്തിന്റെ 2 പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു. ആദ്യത്തെ കുഞ്ഞിന് ഇട്ട പേര് മോബാബ്. അവൻ മോബാബർക്ക് പിതാവായി തീർന്നു. സ്തോത്രം. വചനപ്രകാരം ഒരു കാരണവശാലും ദൈവസന്നിധിയിൽ പ്രവേശിപ്പാൻ അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയെ മാറ്റി മറിക്കുന്നു. ആമേൻ. നിസ്വത്ത് അവൾ വില കൊടുത്തതിനാൽ, മോബാബി സ്ത്രീയായ നിസ്വത്ത് അവൾ വില കൊടുത്തതിനാൽ, ആമേൻ, അവിടെ കുലത്തിൽ നിന്ന് ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിലെ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ദൂരത്തും ചാരത്തുമായിരിക്കുന്നവരെ, നമ്മൾ വില കൊടുക്കുവാൻ തയ്യാറായാൽ ദൈവമഹത്വം നമ്മുടെ ഭവനത്തിലും നമ്മളിലും കാണുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നിസ്വത്ത് വില കൊടുത്തതിനാൽ, ആമേൻ, ദാവീദിനെ ദൈവം ഹൃദയപ്രകാരമുള്ളവനായി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദാവീദിനെ ദൈവം മാനിച്ചു. ആമേൻ. അവൾ വില കൊടുത്തതിനാലാണ്, അവൾ കർത്താവിനെ സ്നേഹിച്ചതിനാലാണ്, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ചതിനാലാണ് ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനായി തീർന്നത്. ഇല്ലായിരുന്നെങ്കിൽ അശേരസ് ആമേൻ, ബിംബങ്ങളുടെ ഒക്കെ പുറകെ പോകേണ്ടവനായിരുന്നു അവൻ ദാവീദ്. എന്നാൽ നിസ്വത്ത് വില കൊടുത്തതിനാൽ ഇസ്രായേലിന്റെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് അറിയാൻ, നാം യേശുവിന്റെ ജനത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ആ വംശാവലിയിൽ, ദാവീദിന്റെ വംശാവലിയിൽ യേശു പൂജാതനായി തീരുവാനിടയായി തീർന്നു. ആമേൻ. സ്തോത്രം. വില കൊടുത്താൽ ദൈവപ്രവൃത്തി കാണും. വില കൊടുത്താൽ ദൈവമഹത്വം ഇറങ്ങുമെന്ന് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായി തീരും. ആമേൻ. അതേ കുലത്തിലും ഗോത്രത്തിലും ഉണ്ടായിരുന്ന സ്ത്രീയാണ് ആമേൻ രൂത്ത്. ആമേൻ. രൂത്ത് ഒരിക്കൽ പോലും ദൈവസന്നിധിയിൽ വരുവാൻ ആമേൻ യാതൊരു ആമേൻ സ്തോത്രം
വിധത്തിലും സാധിക്കാതെ ഇരുന്നപ്പോൾ അവൾ വില കൊടുത്തതിനാൽ യേശുവിന്റെ വംശാവലിയിൽ വരുവാനിടയായി തീർന്നു. അവൻ ആ കുലത്തിൽ യേശു ജനിപ്പാനിടയായി തീർന്നു. ദൈവമേ, കർത്താവ് പറഞ്ഞു, നമ്മളോ അറിയിക്കാതെ ദൈവം ഒന്നും കാര്യം ചെയ്യത്തില്ല. നാം വില കൊടുക്കുവാൻ റെഡിയാണെങ്കിൽ, നാം നിൽക്കാൻ റെഡിയാണെങ്കിൽ, അമേ സ്തോത്രം, അമേ കാര്യം ആരായുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവമഹത്വം കാണുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നാം അതിന് തയ്യാറാണോ? വില കൊടുക്കുവാൻ നാം തയ്യാറാണോ? കാര്യം ആരായുവാൻ നമ്മൾ റെഡിയാണോ? എങ്കിൽ നാം ദൈവമഹത്വം കാണുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 13-14 വാക്യം. യേശുവിന്റെ ജനത്തെക്കുറിച്ച് 2:1 മുതൽ 20 വരെ വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതൊന്നും എല്ലാം ഒന്നും വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ആ 13 പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആമേൻ. സ്തോത്രം. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം അന്ന് പ്രത്യക്ഷപ്പെട്ട ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ദൈവമക്കളെ, വലിയൊരു സൈന്യത്തിന് ചുറ്റും നാം ആയിരിക്കുന്നു. നാം സാധാരണക്കാരല്ലെന്ന്. നാം സാധാരണക്കാരല്ല. ദൂതൻ ഇവിടെ വന്നിട്ടുണ്ട്. ദൂതൻ ഇവിടെ വന്നിട്ടുണ്ട്. അമ്മേ, നാം പ്രഘോഷിക്കുന്നത് ഈ ലോകത്തിന്റെ കാര്യങ്ങളല്ല നാം വിളിച്ചു പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവ മഹത്വത്തെ കുറിച്ചാണ് നാം വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. നാം ആരാധിക്കുമ്പോൾ ഒരു സൈന്യം ഇവിടെ ഇറങ്ങും. ആമേൻ. സ്തോത്രം. നമ്മോട് ചേർന്ന് ഒരു വലിയ സൈന്യം നമ്മോട് കൂടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സംഘം അമ്മ ദൈവത്തെ പുകഴ്ത്തുവാനായിട്ട് ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങും. ഹല്ലേലൂയ. നാം വിശ്വസിക്കണം. നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ഇന്ന് പകൽക്കാലം അമ്മ നാം ഇവിടെ കർത്താവിനെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം അമ്മ ദൂതന്മാർ ഇവിടെ ഇറങ്ങുവാൻ ഇടയായി തീരും. ഇപ്പൊ ഇവിടെ മാത്രമല്ല, നാം എവിടെ എല്ലാം പോയാലും ആ വലിയൊരു സംഘം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ ജോലി സ്ഥാനത്ത്, നമ്മുടെ കിടക്കയിൽ അമ്മ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാം എവിടെ ആയിരുന്നാലും ഒരു വലിയ ദൂത സംഘം നമ്മുടെ കൂടെ ഉണ്ട്. കാര്യം നാം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരാ, കർത്താവിനെ പ്രഘോഷിക്കുന്നവരാ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നവരാ. അമ്മ സ്തോത്രം. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ സമാധാനം എല്ലാവർക്കും ലഭിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. ദൈവപ്രസാദമുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുമോ? കർത്താവ് പറഞ്ഞു, ഞാൻ നിൽക്കുന്ന അതുപോലെയുള്ള സമാധാനം ഞാൻ നിനക്ക് തരും. എന്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തെ എന്തെടുത്ത് കളയുവാനൊക്കത്തില്ല. സ്തോത്രം. ആമേൻ. ഈ നസ്വത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഒരു അനുഭവ സാക്ഷ്യം പറയുവാനുണ്ട്. അമ്മ ഈ രൂത്തിനോട് ചോദിച്ചാൽ ഒരു അനുഭവ സാക്ഷ്യം പറയുവാനുണ്ട്. നമ്മോട് ചോദിച്ചാൽ നമുക്ക് അനുഭവ സാക്ഷ്യം പറയാനുണ്ട്. നമുക്ക് എന്ത് യോഗ്യത? അമ്മ സകലരും ത്യജിച്ചതാ. അമ്മ വീട്ടിലെ വേലക്കാരിയായിരുന്നു നിസ്വത്ത്. അമ്മ സ്തോത്രം. തന്റെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു, സകലരും ഉപേക്ഷിച്ചു. എന്നാൽ ദൈവം കൈക്കൊണ്ടു. അവൾ കർത്താവിന് വേണ്ടി നിന്നതിനാൽ ദൈവം അവളെ കൈക്കൊണ്ടു. അവളുടെ മകനെ കൈക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലെ ഹല്ലേലൂയ. നാം കർത്താവിനോട് വേണ്ടി നിന്നാൽ ആരെല്ലാം നമ്മെ വെറുത്താലും ഉണ്ടല്ലോ, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മെ കൈക്കൊള്ളുന്ന ദൈവത്തിന്റെ മഹത്വത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആമേൻ. ദൈവമക്കളെ, നാം ദൈവപ്രസാദം ലഭിച്ചവരാ. നാം സാധാരണക്കാരല്ല. നാം ദൈവപ്രസാദം അനുഭവിച്ചവരാ. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാ. ആമേൻ. നാളെ അനുഭവിക്കാൻ പോകുന്നവരാ. പ്രൈസ് ദി ലോർഡ്. നാം സാധാരണക്കാരല്ല. ദൈവം നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. സ്തോത്രം. ആ കുറുവാക്യത്തിലേക്ക് ഒന്നുകൂടെ ഞാൻ കടന്നു പോകുന്നു. ആമേൻ. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന് മഹത്വം. ആമേൻ. കാര്യം ആരായുന്നതോ രാജാക്കന്മാർക്ക് മഹത്വം. ഈ ദിവസങ്ങളിൽ
ദൈവം മറച്ചു വെക്കുന്നത് ആരായുവാനായി? ആമേൻ. ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. സ്തോത്രം. ആമേൻ. നാം ആരാഞ്ഞാൽ, നാം ചോദിച്ചാൽ അവൻ മറന്നിരിക്കുന്നത് വെളിപ്പെട്ടു വരുവാനിടയായി തരും. ദൈവമക്കളെ, അതിനായിട്ടാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ഒരു വാക്കും കൂടെ നിങ്ങളുടെ മുമ്പിൽ വായിപ്പം. ഞാൻ മത്തായി കഴിഞ്ഞ ആഴ്ച അതിലൂടെ പറഞ്ഞത്. എന്നാൽ ഇതിലൂടെ ദൈവാത്മാവ് എന്നെ ആമേൻ ഓർപ്പിച്ചതിനാൽ മാത്രം അതൊന്ന് വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. മതി. സ്വർഗരാജ്യം മറഞ്ഞിരിക്കുന്ന ഒരു നിധിയോട് സദൃശം. ഒരുത്തൻ അത് വെളിപ്പെട്ടു, അവൻ പോയി അത് വാങ്ങുവാനിടയായി തീർന്നു. ദൈവത്തിലെ മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെട്ട് തരുവാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്, അത് പുറത്തു കൊണ്ടുവരാൻ. ഹല്ലേലൂയ. അമ്മേ, കാര്യം ആരായുവാനായി ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അമ്മേ, ദൈവം മറച്ചു വെച്ചിരിക്കുന്നത് ഗൂഢമായി തന്നെ വെളിപ്പെടുത്തി കൊണ്ടുവരുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുക. അതിനായി ദിവസങ്ങളിലേക്ക് മുന്നേറാം. അതിനായി ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോടുകൂടി ഞാൻ ഈ വചനത്തെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.